വെൽക്കം ബാക്ക്. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. സെൽഫ് എടുത്തല്ല.
സോ നബീൽ ഇസ് കണ്ടന്റ് അഴുക്കച്ചേർക്കൻ ചിരിക്കണമൊക്കെ ഇതാണ് സുച്ചാപ്പ കണ്ടാലുള്ള റിയാക്ഷൻ എനിക്കൊന്നും എടുത്തു തന്നെ. എന്തെങ്കിലും ഇത്ര നാളത്തെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് എങ്ങനെയാണ് ഹാൻഡിൽ ഒന്ന് നെടുമങ്ങാടും 2 കാക്കനാടും. പുതിയ ബ്രാഞ്ച് പറയട്ടെ. സാധാരണ ഇങ്ങനെ ഒരു സിറ്റുവേഷനിൽ എന്താണ് പറയുക? ഒരു എക്സാമ്പിൾ പറഞ്ഞു കൊടുത്താൽ നബീലാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും മെച്ചർ ആയിട്ടുള്ള കുട്ടി. ഫാമിലി തന്നെ ഏറ്റവും ഇന്നസെന്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. പൊട്ടനാ നബീല് എന്ന് പറയുമ്പോ പൂരങ്ങളുടെ എന്നേക്കാളും മികച്ചതല്ല. അതുകൊണ്ടൊന്നും എല്ലാരും മനസ്സിലാക്കി അങ്ങനെ കറക്റ്റ് പെരുമാറാൻ അറിയാവുന്ന ഒരാളാണ്. സോ എന്നെക്കാളും ഈസ് ദ ബിഗ് ബ്രദർ. എന്താ വെരി കെയറിങ്, അങ്ങനത്തെ ഒരു വെരി കൈൻഡ് പാവമാണ്. എല്ലാരോടും ഭയങ്കര വിഷമവും എല്ലാം ഉള്ളിലൊതുക്കി ആള് പാവമാണ്. ആക്ച്വലി വെരി അണ്ടർസ്റ്റാൻഡിങ്. നമ്മുടെ ഫാമിലിനൊക്കെ എല്ലാം ഒരുമിപ്പിച്ച് ഫാമിലിയിൽ എല്ലാരായിട്ട് ഒരു ബന്ധം വെക്കണത്, ഒരു ബോണ്ടും പ്ലാനിങ്, ഞങ്ങളുടെ ട്രിപ്പിന്റെ മെയിൻ പ്ലാനിങ് എല്ലാം നബീലാണ്. ഞങ്ങളുടെ ഫാമിലിയിലെ ആദ്യത്തെ കല്യാണമാണ്. പിന്നെ എല്ലാം എൻഗേജ്മെന്റ് എല്ലാം ചടപട. നാളെ ഒരു ചാൻസും കൂടെ തരികയാണെങ്കിൽ ഇതിനേക്കാളും നന്നായിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ച് നിങ്ങളെ ഇടയിലുണ്ടായ ഒരു ഫൺ മൊമെന്റ് എപ്പോഴും ഓർമ്മയിൽ ഇരിക്കാൻ അവൻ എന്നെ ഇടിച്ച് ഞാൻ ഇടിക്കുന്ന ഫൺ മൊമെന്റ് എന്താ? ആ നബീല് ഈ കല്യാണത്തിന്റെ ഇത് വന്നപ്പോ ആള് എക്സൈറ്റഡ് ആയിരുന്നു. അതുപോലെ ആള് എല്ലാം പെട്ടെന്നായിരുന്നു ഇത് സംഭവിച്ചത്. അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റ് ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവർക്കും ഉണ്ട്. അത് അവനിക്ക് ഇച്ചിരി കൂടുതലുണ്ട്. അതാണ് ഇതില് മെയിൻ കാര്യം. നിങ്ങൾ അറിയോ ഫൺ മൊമെന്റ് എന്താ? നബീലാണ് എന്താ കണ്ണിൽ ഉണ്ണിയാണ് പാപ്പിച്ച കണ്ണിൽ ഉണ്ണി. അതെ പാപ്പിച്ചാന്. അല്ലെ നബീലിനെ പറ്റി 2 വാക്ക്. ഞാൻ 2 അല്ല, ഞാൻ 10 പറയും. ഞാൻ അവിടെ വന്ന് തെറിപ്പിക്കണം. കൊടുക്കളിയാ സ്പേസ് ഇട്ട് കൊടുക്കോ? വേണിയാ ഈ വഴി ഈ സൈഡിൽ നിന്നോ? അത് കഴിഞ്ഞിട്ട് ജീവിതത്തിൽ എപ്പോഴും ഒരുമിച്ച് ഇങ്ങനെ ഒന്നിച്ചിങ്ങനെ പറയുമോ നമ്മള്? ഓക്കെ എന്റെ സ്വന്തം അളിയനായോണ്ട് പറയുകയല്ല. ഇത്രയും സൽസ്വഭാവി, സ്നേഹസമ്പന്നൻ, സർവോപരി സൽഗുണ സമ്പന്നനായ ദൂഷ്യങ്ങളും സ്വഭാവ ദൂഷ്യങ്ങളും ഇല്ലാത്ത ഒരു നല്ലൊരു മനുഷ്യൻ
നിന്നെയല്ല കറക്റ്റാണ്. ഇത്രയും റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു യങ് മാൻ ഇന്നത്തെ കാലത്ത് നമുക്ക് മഷി ഇട്ട് നോക്കിയാൽ കിട്ടില്ല. ദിയയുടെ ഒരു ഭാഗ്യമാണ്. പാപ്പിച്ചായന്റെ ഇത്രയും ഈ കേരളത്തിൽ തന്നെ ഇത്രയും നല്ലൊരു വേണ്ട ഇന്ത്യയിൽ ലോകത്തിൽ കുറയ്ക്കണ്ടേ ഈ നാട്ടിലല്ലേ. എന്തായാലും ആ കുട്ടിയുടെ ഒരു ഭാഗ്യമാണ് നബീലിനെ പോലെ ഒരു വരനെ കിട്ടുക. കണ്ടെടുത്തോളം നബീലിന്റെ ഒരു ഭാഗ്യമാണ് ദിയനെ പോലെ കിട്ടുക എന്നുള്ളത്. അവിടെ മുക്കണം. പോരെ ഇങ്ങനെ ഒരു എൻട്രി കാര്യങ്ങള് ഇതൊക്കെ ആയിട്ട് നടന്നു ജസ്റ്റ് കണ്ടപ്പോ എന്താ ഫീൽ ചെയ്ത്? നബിയില് ജസ്റ്റ് നിക്കാതിന്റെ ടൈമില് ആദ്യമായിട്ട് ഫാമിലി ഒരാൾ ഇങ്ങനെ ഫോണ് കാണുമ്പോ ഭയങ്കര ഹാപ്പി ആയിരുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിന് ഒത്ത കപ്പിളായിരുന്നു അല്ലേ? ശരിയാ. അതിന് അവര് ഒരുപാട് ഇപ്പൊ നല്ലോണം അടുത്തിട്ടുണ്ട് ചുരുങ്ങിയ കാലയളവ് കൊണ്ട്. അത് വളരെ വ്യക്തമാണ് അല്ലേ? ഇതെല്ലാം കട്ട് ചെയ്തോളാം. ഇത് അവിടെ കട്ട് ചെയ്താലും ഇവിടെ കട്ട് ചെയ്യൂല. ബ്രൈഡൽ എൻട്രിനെ കുറിച്ചിട്ട് ഒന്ന് സംസാരിക്കും. ഡ്രസ്സൊക്കെ നല്ലൊരു സുന്ദരി കുട്ടിയാണ്. മേക്കപ്പ് ഒന്നും ഓവറായില്ല. നല്ല ഭംഗിയാണ് രണ്ടുപേരും. ഞാൻ പറഞ്ഞില്ല ഞാൻ വെറുപ്പിക്കാനേ എനിക്ക് വരുന്നുണ്ട് ഒരു കഷ്ണം കേക്ക് എന്റെ പയ്യനെ. എൻട്രി പിന്നെന്താ ജസ്റ്റ് രണ്ടുപേരും ജസ്റ്റ് ഒരു ഫസ്റ്റ് മീറ്റ് ഒക്കെ ഇവിടുന്ന് വെച്ചിട്ട് അങ്ങനെ അവരുടെ ഫസ്റ്റ് മീറ്റിൽ പെണ്ണ് കാണലായിരുന്നെങ്കിൽ അതിന്റെ ഇടയിൽ ഒരുപാട് മീറ്റുകൾ നടന്നിട്ടുണ്ടെന്നാണ് അറിയപ്പെടുന്നത്. നമ്മൾ ടവർ റെക്കോർഡ്സ് എടുത്തു കഴിഞ്ഞപ്പോൾ ഒരു മാസം കമ്പനി വന്നിട്ട് ടവർ ലൊക്കേഷൻ ഇവിടെ തന്നെ, അതുകൊണ്ട് പിന്നെ ഇവിടെ തന്നെ കൊണ്ടുവന്ന് കെട്ടിച്ചു. ഫസ്റ്റ് മീറ്റ് പെണ്ണ് കാണലിനായിരുന്നെങ്കിലും അത് കഴിഞ്ഞ് വളരെ അവര് അടുത്തുപോയി ചുരുങ്ങിയ കാലയളവ്. ഒന്നും ഇടരുതട്ടോ, എല്ലാം ഞങ്ങള് നാളെ നന്നാക്കി തരാം. എല്ലാം നാളെ നന്നാക്കാം, എല്ലാം പരിഹരിച്ചു തരാം. ജസ്റ്റ് നിങ്ങള് ഫാമിലിക്ക് ഒരാളും കൂടെ ആഡ് ആവല്ലേ? അപ്പൊ അതിനെ കുറിച്ചിട്ട് എന്താ ഫീലിങ്സ്? എന്താ എന്റെ റൂം ശേഷം ഞങ്ങളുടെ ഫാമിലിയില് ഇതാണ് ഞങ്ങളുടെ ഫാമിലിയിൽ ആദ്യമായിട്ട് വന്നതാണ്. കാണാൻ കിട്ടാറില്ല. അപ്പൊ ഒരാളെ കൂടെ ഇപ്പൊ ആഡ് ചെയ്തു. കാണാൻ കിട്ടും, അപ്പൊ കാണാൻ കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇദ്ദേഹത്തിനെ കാണാൻ കിട്ടാറില്ല വീട്ടിലൊന്നല്ല പരിപാടിക്ക്. അതുകൊണ്ട് ഈ സ്നേഹം ഇങ്ങനെ വീട്ടിലൊരു പുതിയ അംഗം വൈബിയാനൊക്കെ എന്താ സംസാരിച്ചിടത്തോളം ഒരു വൈബ് കുട്ടിയാണ്. വീഡിയോ എടുത്തോണ്ടി ബാബാ അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടാ. അല്ലല്ല പുതിയ വീട്ടിലേക്ക് അതല്ല പറഞ്ഞത് കേറി വരുന്നതിന്റെ ഒരു സന്തോഷം. ഈ അല്ലെങ്കിൽ പാത്തും എളിയമായും മാത്രം നിൽക്കുക. അത് വന്നു 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 എന്താ പറയാനുള്ള കല്യാണം നല്ല കല്യാണമായിരുന്നു. ബാബാ എളിമ കേട്ടെ അല്ല ഫ്രണ്ടിൽ വെച്ചാലും കുഴപ്പമുണ്ട്. ഇവിടെ അതിപ്പം മറ്റേ ചോദ്യങ്ങൾ ചോദിച്ചില്ലേ? അങ്ങനെയല്ല, എങ്ങനെയാണ് വീട്ടിലേക്ക് പുതിയ ഒരാള് വരുമ്പോ അത് കുറച്ച് ചോദ്യം ചോദിച്ചില്ലേ? ഓക്കെ പറയാം.
അമ്മാവൻ്റെ കല്യാണത്തിനെ പറ്റി ഞങ്ങൾക്ക് ഭയങ്കര ആഗ്രഹത്തിൽ നിൽക്കാറുണ്ട്. ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു ഇന്നത്തെ ദിവസം. ഭയങ്കര സന്തോഷമായി ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോൾ. എല്ലാം നല്ല ഭംഗിയായി വന്നു. സന്തോഷം. ഞങ്ങളുടെ വീട്ടിലെ ഫസ്റ്റ് കല്യാണമാണ്. മൂത്ത മകനാണ് നബീൽ. അപ്പോൾ അതിൻ്റെ വളയിടലും ഇവിടെ വെച്ച് തന്നെയായിരുന്നു, ഈ സെഞ്ച്വറിയിൽ വെച്ച് തന്നെയായിരുന്നു കല്യാണം. അതിൻ്റെ എൻട്രി, അതുപോലെ ഫുഡ്, അതുപോലെ അതിൻ്റെ ലൊക്കേഷൻ നല്ലൊരു വൈബാണ്, നന്നായിട്ടുണ്ട്. അതുപോലെ പെണ്ണും വളരെ നല്ല ബ്യൂട്ടിഫുൾ ഡ്രസ്സ്, ഇന്നത്തെ എല്ലാ കോർഡിനേഷനും. ഏത് ഇവൻ്റ് ആണ് ചെയ്തതെന്ന് അറിയില്ല നമുക്ക്. എന്താണെങ്കിലും നല്ല പക്കയായിട്ട് ചെയ്തിട്ടുണ്ട്. ഫുഡും കാര്യങ്ങളും എല്ലാം നല്ല ടേസ്റ്റിലാണ്. എല്ലാം കൊണ്ടും മൊത്തത്തിൽ നമ്മൾ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് കാര്യങ്ങൾ, ചടങ്ങുകളെല്ലാം നടന്നത്. അതുപോലെ തന്നെ കേരളത്തിലെ പ്രഗത്ഭരായ പണ്ഡിതന്മാർ, സി ഫൈസി ഉസ്താദ്, ചുള്ളിക്കോട് ഉസ്താദ്, അങ്ങനെ ഒരുപാട് ആളുകൾ, ഒരുപാട് പണ്ഡിതന്മാർ പലരും വന്ന് പറഞ്ഞു. നമ്മളോട് പലരും പറഞ്ഞത് ഇത്രയും ഉസ്താദന്മാർ പങ്കെടുത്തൊരു കല്യാണം ഇവിടെ നടന്നിട്ടുണ്ടെന്നാണ്. അപ്പോൾ അത്രയും തുക കിട്ടിയൊരു കല്യാണമാണ്. അപ്പോൾ മക്കൾക്ക് എന്ന വറക്കത്ത് ചെയ്യട്ടെ. കുടുംബജീവിതത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും അവർക്ക് മറ്റേ ചോദ്യം കൂടെ ചോദിച്ചു തന്നെയാണ്. നമുക്ക് 4 മക്കളായി, അത്രേ ഉള്ളൂ. 3 എന്ത് കുരുത്തക്കേടൊക്കെ എടുക്കുമോ അതൊക്കെ 4 എടുക്കും. 3 പേരും എന്ത് സന്തോഷം തരുമോ അതെല്ലാം 4ാമത്തെ കുട്ടിയും തരും. എല്ലാം ഹാപ്പിയായിട്ട് പോട്ടെ. ഹാപ്പി മാരീഡ് ലൈഫ് ഫോർ നബീൽ ആൻഡ് ദിയ. രണ്ട് കയ്യിലും പിടിച്ചോ. നമ്മുടെ കയ്യിലുണ്ട് 2. യെസ്, അതിന് വേണ്ടി വഴിമാറ മുണ്ടക്കൽ ശേഖര. വണ്ടികളെടുത്തോ, ഓടിച്ചോ.
ഗൈസ് നമ്മളപ്പോൾ ഇവിടെ കൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുവാണ്. ഓക്കെ ബൈ.